നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് 2026-ലെ ഈ അതിവേഗ AI മാർക്കറ്റിൽ ഒരു നിക്ഷേപകനെന്ന നിലയിൽ നമ്മൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളെക്കുറിച്ചും അതിനെ എങ്ങനെ അതിജീവിക്കാമെന്നതിനെക്കുറിച്ചും. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ഈ പുതിയ മാർക്കറ്റ് പ്രതിസന്ധി എന്ന് നോക്കും. പിന്നെ നല്ല ഡാറ്റ കയ്യിലുണ്ടായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിലെ വിരോധാഭാസം ചർച്ച ചെയ്യും. മാർക്കറ്റിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും കാഴ്ചപ്പാടുകൾ മങ്ങുന്നതിനെക്കുറിച്ചും പറയും. ഏറ്റവും അവസാനം ഇതിനെല്ലാമുള്ള ഒരു കിടിലൻ പരിഹാരവും നമ്മൾ കണ്ടെത്തും. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. അതായത് പുതിയ മാർക്കറ്റ് പ്രതിസന്ധി. ഇവിടെയാണ് ശരിക്കും കളി തുടങ്ങുന്നത്. കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളുടെ വേഗതയും നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ വേഗതയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഒരു വശത്ത് AI ട്രേഡിംഗ് നടക്കുന്നത് നാനോ സെക്കൻഡുകൾക്കുള്ളിലാണ്, അതായത് കണ്ണ് ചിമ്മിത്തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ. മറുവശത്ത് ഒരു കമ്പനിയുടെ യഥാർത്ഥ വളർച്ച നമ്മൾ അളക്കുന്നത് മാസങ്ങളെടുത്തിട്ടാണ്. ഈ രണ്ട് വേഗതകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഈ ഒരു ആശയത്തെയാണ് നമ്മൾ അൽഗോരിതം പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ രണ്ട് ഭീമാകാരമായ ഗിയറുകൾ നേരെയും തിരിയെയും ഒരേ സമയം കറങ്ങാൻ ശ്രമിക്കുന്നതുപോലെയാണ് ഇത്. ഇത് നിക്ഷേപകരിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. നിങ്ങൾ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഓഹരി വില നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ഓഫ് ഫെറ്റീഗ് എന്ന അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിലകൾ കാണുമ്പോൾ ഒരു കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാതെ വരുന്നു. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മുടെ കയ്യിൽ ഒരു കമ്പനിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഡേറ്റയുണ്ട്. എല്ലാ കണക്കുകളും പെർഫെക്റ്റ് ആണ്. പക്ഷേ മാർക്കറ്റ് മാത്രം ഇത് സമ്മതിച്ചു തരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ദേ, ഇവിടെ നോക്കൂ. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിയോട്രോസ്കി എഫ് സ്കോർ. ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് 9/9. അതായത് ലളിതമായി പറഞ്ഞാൽ കടലാസിൽ ഇതൊരു ഒന്നാം തരം കമ്പനിയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. അതേ ദിവസം തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അൽഗോരിതം ട്രേഡിംഗ് കാരണം ആ കമ്പനിയുടെ ഓഹരി വില ഒറ്റയടിക്ക് 15% ഇടിഞ്ഞു. കണ്ടില്ലേ, ആ നല്ല പച്ച നിറത്തിൽ നിന്ന് ഈ പേടിപ്പിക്കുന്ന ചുവപ്പിലേക്കുള്ള മാറ്റം എത്ര പെട്ടെന്നായിരുന്നു എന്ന്? അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? എല്ലാ കണക്കുകളും ശരിയാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനൊരവസ്ഥ കാണുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പവും ഉത്കണ്ഠയും തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ പുതിയ മാർക്കറ്റ് സാഹചര്യം നമ്മുടെ ചിന്തകളെ മാത്രമല്ല, നമ്മുടെ തലച്ചോറിനെ തന്നെ നേരിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, ഇത് വെറുമൊരു മാനസിക പ്രശ്നമല്ല, ഇതിന് ശരിക്കും ഒരു ബയോളജിക്കൽ വശം കൂടിയുണ്ട്. ഈ ചാർട്ട് കണ്ടാല് സംഭവം വളരെ ക്ലിയറാണ്. മാർക്കറ്റ് പതിയെ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത്ര പേടിയൊന്നും തോന്നില്ല. പക്ഷേ പെട്ടെന്നുള്ള പ്രവചിക്കാൻ പറ്റാത്ത ഇടിവുകളുണ്ടാകുമ്പോൾ തലച്ചോറിലെ ഭയത്തിന്റെ സിഗ്നലുകൾ വളരെ ശക്തമാകും. ഒരുതരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അപ്പോ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ, മാർക്കറ്റിലെ ഈ തുടർച്ചയായ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ തലച്ചോറിനെ ഭയത്തോടെ പ്രതികരിക്കാൻ പഠിപ്പിക്കുകയാണ്. കാലക്രമേണ ലാഭവിഹിതം കിട്ടിയാല് അത് വീണ്ടും നിക്ഷേപിക്കാൻ പോലും നമുക്ക് പേടിയാകും. ദീർഘകാലത്തേക്ക് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ തന്നെ ഇത് നശിപ്പിക്കുന്നു. ഈ മാനസിക സമ്മർദ്ദം നമ്മുടെ ബിസിനസ് തീരുമാനങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത്? മാർക്കറ്റിലെ ചെറിയ കോലാഹലങ്ങൾ കാരണം നമ്മൾ കൊടുക്കേണ്ടിവരുന്ന വലിയ വില എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ കാണിച്ചു തരുന്നു. പണ്ട് 5 വർഷത്തേക്കും 10 വർഷത്തേക്കും വളർച്ചാ പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന നിക്ഷേപകർ പോലും ഇന്നത്തെ ഈ മാർക്കറ്റിലെ ചെറിയ ചലനങ്ങൾ കണ്ട് പേടിച്ച് എങ്ങനെയും പണം നഷ്ടപ്പെടാതിരുന്നാൽ മതി എന്ന ചിന്തയിലേക്ക് മാറുകയാണ്. നിങ്ങൾ മാർക്കറ്റിനെ എത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവോ അത്രത്തോളം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും കൂടുന്നു. ഇതിനെയാണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. കണക്കുകളെല്ലാം ശരിയാണെങ്കിൽ പോലും പേടി കാരണം നമ്മൾ ചിലപ്പോൾ നല്ലൊരു നിക്ഷേപത്തിൽ നിന്ന് വളരെ നേരത്തെ പിന്മാറിയേക്കാം. ശരി, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. ഈ ഡിജിറ്റൽ കോലാഹലങ്ങൾക്കെതിരെ ഒരു പരിചപണിത് നമ്മുടെ ചിന്താരീതിയെയും പ്രവൃത്തികളെയും എങ്ങനെ പുനഃക്രമീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. വളരെ ലളിതമായി തോന്നാമെങ്കിലും വളരെ ശക്തമായ 3 വഴികളാണിവ. ഒന്ന്, മാർക്കറ്റിലെ ചാഞ്ചാട്ടം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പുതിയ വിശകലന രീതി സ്വീകരിക്കുക.
2. ഇടയ്ക്കൊക്കെ ബോധപൂർവം ഈ ഡാറ്റയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുക. 3. കൂട്ടുപലിശയുടെ ശക്തിയിൽ, അതായത് ദീർഘകാല വളർച്ചയിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ വഴി ഇതാണ്. നിങ്ങളുടെ മാനസിക ഊർജം, അതായത് ചിന്തിക്കാനും തീരുമാനങ്ങളെടുക്കാനുമുള്ള കഴിവ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനമായി കാണുക. അതീ മാർക്കറ്റിലെ അനാവശ്യ കോലാഹലങ്ങൾ കേട്ട് പാഴാക്കരുത്. നിങ്ങളുടെ ശ്രദ്ധയും മാനസികാരോഗ്യവുമാണ് ഏറ്റവും പ്രധാനം. അപ്പോ അവസാനം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അൽഗോരിതം ഉണ്ടാക്കുന്ന ഈ ഡിജിറ്റൽ കോലാഹലങ്ങൾക്കെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പരിച എന്ന് പറയുന്നത് പിയോട്രോസ്കി സ്കോർ പോലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂല്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരികെ കൊണ്ടുവരിക. ഈ വിശകലനത്തിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി.